കൊല്ലം കൊട്ടാരക്കര പുത്തൂരിലാണ് ഈ സംഭവം. സീറ്റ് മാറിയിരുന്നതിന് 9ാം ക്ലാസ്സുകാരന് നേരെ അധ്യാപകന്റെ ക്രൂരമർദ്ദനമുണ്ടായി എന്നാണ് വാർത്ത. ഈ പവിത്രേശ്വരത്താണ് ഈ സംഭവിച്ചിരിക്കുന്നത്. പവിത്രേശ്വര സ്കൂളിലെ അധ്യാപകൻ പ്രമോദ് ജി കൃഷ്ണനെതിരെയാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. പുത്തൂർ പോലീസ് കേസെടുത്തു കഴിഞ്ഞു. എനിക്ക് നീളം കൊണ്ടാണ് എന്നെ ബാക്കിലായിരുത്തുന്നത്. പിന്നെ ഫ്രണ്ടിൽ ചെന്ന് നിന്നപ്പം സാറ് ദേഷ്യപ്പെട്ടിട്ട് ഡസ്റ്റർ എടുത്തിറങ്ങും. ഞാനപ്പം സാറിന് അടുത്ത് പോയ സാറിനെ അടിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തപ്പം അത് ഫ്രണ്ടിൽ ഇരിക്കുന്ന എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അദ്ദേഹത്തായിരുന്നു ഉണ്ടത്. അപ്പം അവന് പ്രശ്നമൊന്നുമില്ല. അപ്പം ഈ സാർ ഇത് കണ്ടുകൊണ്ട് സാറിനെ തിരിച്ചറിയുമെന്നും പറഞ്ഞിട്ട് എൻ്റെ അടുത്തോട്ട് വന്നിട്ട് ഫസ്റ്റ് എൻ്റെ കവിളിലിടിച്ചു, ഇടത്തെ കവിളിലിടിച്ചു. ഇടിച്ചിട്ട് എന്നെ പിടിച്ചൊരു തള്ളി തള്ളിയപ്പോഴത്തേക്ക് എൻ്റെ തല ബാക്കിൽ പോയി ഭിത്തി പോയി ഇടിച്ചു. അങ്ങനെ അവിടെ വെച്ച് എൻ്റെ കൊങ്ങയ്ക്ക് പിടിച്ച് അവിടെ ഇട്ടിടിച്ച് കൈ ചുരുട്ടി പിടിച്ച് ഫസ്റ്റ് എൻ്റെ ഇടത്തെ കവിളിലിടിച്ചു. ഇടിച്ചപ്പോഴത്തേക്ക് നല്ല ഇടി കിട്ടിയപ്പോൾ തന്നെ ഒരുമാതിരിയായി. പിന്നെ പിടിച്ച് തള്ളിയപ്പം തല പോയി ബാക്കിൽ ഭിത്തി ഇടിച്ചു. അപ്പം ഈ തലയുടെ ബാക്ക് ഭാഗം ചെറുതായിട്ട് മുഴച്ചു. അരുൺ രാജ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ രാജ്, പവിത്രേശ്വരത്ത് എന്താണ് സംഭവിച്ചത്? കുട്ടി സീറ്റ് മാറിയിരുന്നു എന്നുള്ള ഒറ്റ അപരാധത്തിന്റെ മേളിലാണോ ഈ അധ്യാപകൻ മർദ്ദിച്ചു എന്ന് പരാതി വന്നിരിക്കുന്നത്? തീർച്ചയായും എസ്കെൻ, വെള്ളിയാഴ്ചയാണ് സംഭവം. പവിത്രേശ്വരം സ്കൂളിലാണ് ഈ തന്റെ സീറ്റ് മാറി മുമ്പിലേക്കിരുന്ന വിദ്യാർത്ഥിയെ ഡസ്റ്റർ കൊണ്ട് അധ്യാപകൻ ആദ്യം എറിയുന്നത്. ഈ ഡസ്റ്റർ തിരിച്ച് അധ്യാപകന് നൽകുന്നതിനിടയിലാണ് ഈ മറ്റൊരു വിദ്യാർത്ഥിയുടെ ദേഹത്ത് ഈ ഡസ്റ്റർ വീഴുന്നു. ഇത് ചോദ്യം ചെയ്തെത്തിയ അധ്യാപകൻ കുട്ടിയെ ക്രൂരമായി മറ്റു കുട്ടികളുടെ മുമ്പിൽ വെച്ച് മർദ്ദിക്കുന്ന രീതിയാണ് ഉണ്ടായത്. അത് ആദ്യം തന്നെ മുഷ്ടി ചുരുട്ടി കവിളത്തടിച്ചു. പിന്നീടാണ് ഈ കുട്ടിയുടെ ശരീരമാസകലം ഈ കൈകൊണ്ട് അധ്യാപകൻ മർദ്ദിക്കുന്ന സ്ഥിതിയടക്കം ഉണ്ടായത്. ഒടുവിൽ ഭിത്തിയിൽ തലപിടിച്ചിടിച്ചു എന്നുള്ളത് കുട്ടി ഉന്നയിച്ച പരാതിയിൽ പറയുന്നത്. ഈ മറ്റു കുട്ടികളുടെ മുമ്പിൽ വെച്ചായിരുന്നു ഈ അധ്യാപകന്റെ ക്രൂരമർദ്ദനം. ഇതിൽ ശേഷം ഈ കുട്ടി വീട്ടിൽ വരികയും ആരോടും പരാതി പറയാതിരിക്കുകയും ചെയ്തു. പക്ഷേ വീട്ടിലെത്തി ഈ രക്ഷിതാവ് ഈ കവിള് വീങ്ങിയിരിക്കുന്നത് കണ്ടുകൊണ്ട് കാര്യം തിരക്കിയപ്പോഴാണ് അധ്യാപകന്റെ ക്രൂരമർദ്ദനത്തിന്റെ വിവരം പുറത്തറിയുന്നത്. തുടർന്ന് ഈ രക്ഷിതാവാണ് പുത്തൂർ പോലീസിൽ പരാതി നൽകിയത്. പുത്തൂർ പോലീസ് ഈ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അടക്കമുള്ള വകുപ്പുകൾ പ്രകാരം അധ്യാപകനെതിരെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അധ്യാപകനെ ഇതുവരെ കസ്റ്റഡിയിൽ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഈ അധ്യാപകനായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ഈ അധ്യാപകനെതിരെ നിരവധി പരാതികൾ ഉണ്ട് എന്നുകൂടി മറ്റു കുട്ടികളുടെ രക്ഷകർത്താക്കൾ കൂടി സമ്മതിക്കുന്നു. കാരണം കായികപരമായി നേരിടുന്ന രീതിയാണ് ഈ അധ്യാപകനുള്ളത്. ഇതിനുശേഷം ഈ സംഭവത്തിന് ശേഷം ഈ കുട്ടിയുടെ വീട്ടിലെത്തി തനിക്ക് ഭ്രാന്ത് പിടിച്ചിരുന്ന സമയത്ത് താൻ ചെയ്തു പോയതാണ്, അതിനാൽ തന്നോട് ക്ഷമിക്കണമെന്ന് ഈ അധ്യാപകൻ പറഞ്ഞതായും ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. എസ്കെൻ, താങ്ക് യു. അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത്.